അയോധ്യയിലേക്ക് എത്തിയാൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള വല്ലാത്ത കൊള്ളയായിപ്പോയി. തുടക്കം മഹാകുംഭമേള സമയത്തെന്ന് SITയുടെ കണ്ടെത്തൽ. അതായത് നേരത്തെയും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന്. പ്രതിദിന വരുമാനം 12 ലക്ഷം വരെ എത്തിയ സമയത്താണ് തട്ടിപ്പ് തുടങ്ങിയത്. ട്രസ്റ്റ് അംഗങ്ങളായ അനിൽ മിശ്രയും ഗോപാൽ റാവുവും തമ്മിലുള്ള ഭിന്നതയാണ് വൻ തട്ടിപ്പ് പുറത്തുവരാൻ കാരണം. ഇരുവരെയും ഉടൻ ചോദ്യം ചെയ്യും. ചമ്പത്ത് റായിയെ SIT ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. 3 പേരെയും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതിനിടെ ഉത്തരാഖണ്ഡ് ബദ്രീനാഥ് ക്ഷേത്രത്തിലും സംഭാവന തട്ടിപ്പ് ആരോപണം ഉയർന്നു. പരാതിയിൽ അന്വേഷണത്തിന് ക്ഷേത്ര കമ്മിറ്റി ഉത്തരവിട്ടിട്ടുണ്ട്. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. വിശ്വാസികളുടെ ഹൃദയം പിളർക്കുന്നതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അയോധ്യയിലെ കൊള്ള ഒറ്റപ്പെട്ടതല്ല, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് പണ്ടേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ നമ്മളോട് പറയുന്നത്. വലിയ കൊള്ളയടിയൊക്കെ നടന്നിരിക്കുന്നത് മഹാകുംഭമേള സമയത്തായിരിക്കും. അപ്പോൾ കുംഭമേളയിലൊക്കെ എത്രമാത്രം വലിയ തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. ബദ്രീനാഥിലടക്കം തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാവപ്പെട്ട ഭക്തർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന കാണിക്കയെടുത്താണ് മുണ്ടിൻ്റെ അടിയിൽ തിരികിക്കൊണ്ട് ഈ ചങ്ങാതിമാർ പോയിരിക്കുന്നത്. എങ്ങനെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സംശയത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. കാരണം മഹാകുംഭമേള സമയത്താണ് ഈ കൊള്ളയുടെ ആരംഭം എന്താണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ചെറിയ മോഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. മഹാകുംഭമേള സമയത്ത് പ്രതിദിനം 10 മുതൽ 12 ലക്ഷം വരെ വിശ്വാസികൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അപ്പോൾ എത്രത്തോളം തുക സംഭാവന ലഭിക്കാം എന്ന്, ഒരാൾ 1 രൂപ വെച്ച് നൽകിയാൽ പോലും 12 ലക്ഷം രൂപയായി എന്ന് സ്വാഭാവികമായി കണക്കാക്കാം. 1 രൂപ വെച്ചല്ല നൽകുന്നത്, പലരും വലിയ തുകകൾ നൽകാറുണ്ട്. അപ്പോൾ എത്രത്തോളമായിരിക്കും കാലഘട്ടത്തിലെ സംഭാവന നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു ദിവസം 12 ലക്ഷം ആളുകൾ വന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിലേക്ക് നോട്ടെണ്ണാനും സംഭാവന കൂടുതൽ ആളുകളെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനു പിന്നാലെ ചെറിയ തോതിലാണ് ആദ്യഘട്ടത്തിൽ കള്ളത്തരങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആദ്യഘട്ടത്തിൽ ചെറിയ മോഷണങ്ങൾ ഈ പറഞ്ഞ നോട്ടെണ്ണുന്ന ആളുകൾ നടത്തിയപ്പോൾ അത് പിടിക്കപ്പെട്ടില്ല. കൃത്യമായ രീതിയിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല, വേണ്ട ഉദ്യോഗസ്ഥർ അവിടെ നിരീക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് വിവരം പുറത്തു വരുന്നത്. പിന്നീട് അത് വലിയ കൊള്ളയായി മാറുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വലിയ തരത്തിൽ എല്ലാവരും ഇപ്പോൾ അറസ്റ്റിലായ ആളുകളൊക്കെ കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിച്ചെന്നൊക്കെ വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് ക്ഷേത്ര ട്രസ്റ്റിലെ തർക്കം. അതായത് ഗോപാൽ റാവു അതോടൊപ്പം തന്നെ അനിൽ മിശ്ര എന്നിവരാണ് പ്രധാനമായും ഈ ജീവനക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് ആദ്യഘട്ടത്തിൽ ഈ കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാൻ കാരണമായത് എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും ഒരു നടപടിയും ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ചമ്പത്ത് റായി, അനിൽ മിശ്ര ഒപ്പം ഗോപാൽ റാവു എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ഇന്നൊരു. പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അറസ്റ്റ് അടക്കം ഉണ്ടാകുമോ? കാരണം ഈ 3 പേർക്കും എതിരെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രതികളും ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തുടർച്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ ചോദ്യം ചെയ്യൽ ചമ്പത്ത് റായി നേരിട്ടിരുന്നു. എന്താണെങ്കിലും ഈ ചോദ്യം ചെയ്യലോട് ഒരുപക്ഷെ ചമ്പത്ത് റായി അറസ്റ്റ് ചെയ്യുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയാണ്. എന്താണെങ്കിലും ഈ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചെറിയ തോതിൽ ആരംഭിച്ച മോഷണം പിന്നീട് വലിയ കൊള്ളയായി മാറുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ രാമക്ഷേത്രത്തിലെത്തി അന്വേഷണ സംഘത്തിന് പ്രത്യേക പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും പരിശോധനയ്ക്ക് സാധ്യത ഉണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചമ്പത്ത് റായി അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് വലിയ കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ ക്ഷേത്രക്കൊള്ളയിൽ വലിയ തരത്തിൽ പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ദിഗ്വിജയ് സിംഗ്, മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹം ഉജ്ജയിനിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു പദയാത്ര നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ പദയാത്ര ആരംഭിക്കും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ യാത്രയായിരിക്കില്ല, എല്ലാവർക്കും, അതായത് രാമനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാം എന്ന് ഇവർ പറയുന്നു. ഒപ്പം രാമരക്ഷ എന്ന പേരിൽ ശിവസേന, ഉദ്ധവ് പക്ഷം മഹാരാഷ്ട്രയിലും വലിയ റാലി സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഞായറാഴ്ചയാണ് അവരുടെ റാലി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ BJPക്കെതിരെ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായ റാലികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മറ്റ് ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ബദ്രീനാഥിലടക്കം ഇത്തരത്തിൽ വീണ്ടും കൊള്ളയുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ബദ്രീനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഒരു ആക്ഷേപം അവിടെ ഉയർന്നിട്ടുണ്ട്. ഭൈരവ് സേന എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവിടെയും സമാനമായി തന്നെ ഈ കൊള്ള നടന്നിട്ടുണ്ട്. അതായത് ഭക്തർ നൽകുന്ന പണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്ന ആക്ഷേപം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്ഷേത്രങ്ങളുടെ, നേരത്തെ നമുക്കറിയാം ശബരിമല അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ സമാനമായി കൊള്ള നടക്കുന്ന സാഹചര്യമുണ്ട്. ക്ഷേത്രങ്ങളിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത സാഹചര്യം പ്രതിസന്ധിയെ മാറുന്നത്. ബദ്രീനാഥിലടക്കം ഈ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നോബൽ ബാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഈ എല്ലാവരും കൂടി ഇരുന്ന് നോട്ട് എണ്ണുകയാണ്. പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള സ്ഥലത്താണ് ഈ ഭണ്ഡാരപ്പെട്ടി എണ്ണുന്നത്.
പ്രേക്ഷകർക്കറിയാമല്ലോ, അതൊക്കെ വളരെ സൂക്ഷ്മതയോടു കൂടിയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ഒരു പ്രശസ്ത ക്ഷേത്രത്തിൽ ഈ നോട്ട് കെട്ടുകൾ എണ്ണുന്നതിന്, കറൻസികൾ എണ്ണുന്നതിന് ഈ അടിവസ്ത്രം ഇട്ടുകൊണ്ട് എണ്ണാൻ വരുന്നത് പോലും ഒരു കാലഘട്ടത്തിൽ സംശയത്തോടെ നോക്കിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് ഈ പൈസയൊക്കെ എവിടെയാണ് തിരികിക്കൊണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല ചേട്ടന്മാരെയാണ് പൈസ എണ്ണാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഇതാണ് അയോധ്യ ക്ഷേത്രത്തിൽ സംഭവിച്ചത്. നമ്മൾ കണ്ടതല്ലേ CCTV-യിലൂടെ. എന്താ കണ്ടത്? പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സോക്സിനകത്ത് തിരികുക, വസ്ത്രത്തിനകത്ത് ആരും കാണുന്ന എടുത്തു വയ്ക്കുക. ഈ പരിപാടിയൊക്കെയാണ് ഈ പൈസ എണ്ണുന്ന സ്ഥലത്ത് നിന്ന് നടന്നത്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവം ഭക്തന്മാർ അവരുടെ മക്കളെ കരുതിയും കുഞ്ഞുങ്ങളെ കരുതിയൊക്കെ കൊടുക്കുന്ന പൈസയാണ്, അവരുടെ ജീവിതത്തെ കരുതിയൊക്കെ കൊടുക്കുന്ന പൈസയാണ് ഈ ചേട്ടന്മാർ മുള്ളിൻ്റെ അടി തിരികെ കൊണ്ട് പോകുന്നത്. എന്നിട്ട് ഇവരെയൊക്കെ വെറുതെ വിടാൻ പാടുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ദത്താത്രേയ ഹൊസബളെ പോലെയുള്ള RSS നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ്. എന്നിട്ട് ഈ തീർത്ഥ ട്രസ്റ്റിനെ കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടില്ല, ചമ്പത്രായിയെക്കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടില്ല, അനിൽ മിശ്രയെക്കുറിച്ചൊരു വാചകം പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ചേർന്നാണ് ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചമ്പത്രായി എന്ന് പറയുന്ന ഈ ട്രസ്റ്റിൻ്റെ മേധാവിയുടെ ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് ഈ പൈസ ഭണ്ഡാരപ്പെട്ട് സൂക്ഷിച്ച മുറിയുടെ താക്കോല് കണ്ടെത്തുകയാണ്. വീട്ടിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ പോവുക, ഭണ്ഡാരപ്പെട്ട് തുറക്കുക, പൈസ എടുത്തുകൊണ്ട് പോവുക. ഇതാണ് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു ക്ഷേത്രവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കേവലം യാദൃച്ഛികം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചമ്പത്രായി അല്ല, സമ്പത്രായി.